ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെ ഒരു ഭൂപടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അല്ലേ? പക്ഷെ അതാണ് ഹസ്തരേഖാശാസ്ത്രം. പലരും ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, എന്നാലും വളരെ കൗതുകം നിറഞ്ഞൊരു ലോകമാണിത്. അപ്പോ എല്ലാവർക്കും ഈ ലോകത്തേക്ക് സ്വാഗതം. ഒരു കാര്യം ആദ്യമേ പറയാം, ഇത് നിങ്ങളുടെ ഭാവി പ്രവചിക്കാനല്ല, മറിച്ച് നിങ്ങളെ തന്നെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാനുള്ളൊരു യാത്രയാണ്. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഹസ്തരേഖാശാസ്ത്രം എന്ന് കേൾക്കുമ്പോഴേ മിക്കവാറും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിവരുന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? ദാ ഈ രേഖ കണ്ടോ, ഇതാണല്ലോ ആയുർരേഖ. ഇതിന് എന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായി പറയാൻ പറ്റുമോ? ഇതാണ് ആ ചോദ്യം. ഉത്തരം വളരെ സിമ്പിളാണ്: ഇല്ല, പറ്റില്ല. ഇതാണ് ഹസ്തരേഖാശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ. ആയുർരേഖയ്ക്ക് നിങ്ങളുടെ ആയുസ്സിന്റെ നീളം പറയാൻ കഴിയില്ല. പിന്നെന്താ അത് പറയുന്നത് എന്നല്ലേ? അത് നിങ്ങളുടെ ഒരു വൈറ്റാലിറ്റി, നിങ്ങളുടെ ഊർജ്ജസ്വലത, ആരോഗ്യം, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശകലനത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്തരം കെട്ടുകഥകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതിലെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ പിന്നെ ഈ ഹസ്തരേഖാശാസ്ത്രത്തെ എങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത്? അതിനായിട്ട് നമ്മളൊരു 5 കാര്യങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം നമ്മുടെ കൈവെള്ളയിലെ ആ ഭൂപടത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതിലെ പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞ് രേഖകൾ മാത്രമല്ല, അതിനപ്പുറമുള്ള മണ്ഡലങ്ങളെക്കുറിച്ചും പഠിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് ചേർത്ത് വായിക്കാമെന്ന് കാണും. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്: ഇത് വിധിയാണോ അതോ വെറും മനഃശാസ്ത്രമാണോ? അപ്പോൾ ഇതിന്റെ പുരാതന കാലം മുതൽ ഇന്നത്തെ ചർച്ചകൾ വരെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഹസ്തരേഖാശാസ്ത്രത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ചരിത്രത്തിലേക്ക്, അതിന്റെ വേരുകളിലേക്കൊന്ന് പോകണം. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു സംഭവമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടിതിന്. ഇതിന്റെ ഒരു യാത്ര കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിശയം തോന്നുക. നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിലാണ് ഇതിന്റെ തുടക്കം. വാൽമീകി മഹർഷിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഇതിനെ കാണുന്നത്. അവിടുന്ന് നേരെ ഇത് പുരാതന ഗ്രീസിലെത്തി. അരിസ്റ്റോട്ടലിനെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് പഠിച്ചു. പക്ഷേ പിന്നീട് 16-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിൽ ഇതിനെ ഒരു നിരോധിത കലയായിട്ടാണ് കണ്ടിരുന്നത്. പിന്നെ 19-ാം നൂറ്റാണ്ടിൽ കെയ്റോ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഒരാളൊക്കെ വന്നതോടെ ഇതിനൊരു പുതിയ ഉണർവുണ്ടായി. എന്തിനധികം പറയുന്നു, പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ്ങിന് പോലും ഇതിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ചരിത്രം തന്നെ ഒരു വലിയ കഥയാണ്. ശരി, ചരിത്രം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നമ്മുടെ കൈവെള്ളയിലെ ഈ പ്രധാന രേഖകൾ, ഇവ ഓരോന്നും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ എനർജിയെക്കുറിച്ചുമൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തിരുത്തിയ ആ തെറ്റിദ്ധാരണ ഒന്നുകൂടി ഇവിടെ ഉറപ്പിക്കുകയാണ്. ആയുർരേഖ, ഇത് നിങ്ങളുടെ ആയുസ്സിന്റെ കണക്കല്ല പറയുന്നത്, പകരം നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി, നിങ്ങളുടെ എനർജി ലെവൽ, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ ആയുർരേഖ നല്ല നീളവും ആഴവുമുള്ളതാണെങ്കിൽ അത് നല്ല ആരോഗ്യത്തെയും സ്റ്റാമിനയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അത് വളരെ ചെറുതോ അല്ലെങ്കിൽ മങ്ങിയതോ ആണെങ്കിലോ അത് ചിലപ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരു സ്വഭാവത്തെ ആവാം കാണിക്കുന്നത്. ഇനി രേഖയിലൊരു മുറിവ് കണ്ടാലോ പേടിക്കണ്ട, അത് ജീവിതത്തിലൊരു വലിയ മാറ്റത്തെയാവാം സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അതൊരു പുതിയ തുടക്കമായിരിക്കാം. ഓക്കെ, അടുത്തത് ബുദ്ധിരേഖയാണ്. പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, ഇത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ചിന്താരീതി, നമ്മൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ ബുദ്ധി, ഇതൊക്കെയാണ് ഇതിന്റെ വിഷയം. ഇപ്പം തന്നെ നിങ്ങളുടെ കൈവെള്ളയിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ ബുദ്ധിരേഖ നേരെയാണോ അതോ കുറച്ചൊന്ന് വളഞ്ഞോ ചരിഞ്ഞോ ആണോ പോകുന്നത്? സാധാരണയായി നേർരേഖയുള്ളവർ കുറച്ചുകൂടി ലോജിക്കലായി, പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരായിരിക്കും. അതേസമയം ആ രേഖയ്ക്കൊരു വളവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെയും ഭാവനയുമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്താശൈലിയുടെ ഒരു ഏകദേശ രൂപം ഇതിൽ നിന്ന് കിട്ടും. അടുത്തത് ഹൃദയരേഖ. പേരുപോലെ തന്നെ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ വൈകാരികമായ ലോകത്തേക്കുള്ള ഒരു താക്കോലാണിത്. സ്നേഹം, ബന്ധങ്ങൾ, നമ്മൾ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതൊക്കെ ഈ രേഖയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ രേഖ എങ്ങനെയാണ് നോക്കുന്നത്? നല്ല ഭംഗിയിൽ മുകളിലേക്ക് വളഞ്ഞു പോകുന്നൊരു രേഖയാണെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക്കാണ്, വികാരങ്ങളൊക്കെ നന്നായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്നാണ്. ഇനി അതല്ല, ആ രേഖ ഏകദേശം നേരെയാണ് പോകുന്നതെങ്കിലോ നിങ്ങൾ വികാരങ്ങളെ കുറച്ചുകൂടി പ്രായോഗികമായി, ഒരുപക്ഷെ തലച്ചോറ് കൊണ്ട് നിയന്ത്രിക്കുന്ന ആളായിരിക്കാം. ഇതിലെ മുറിവുകളൊക്കെ കാണാം, അത് ജീവിതത്തിലെ ചില വൈകാരികമായ ബുദ്ധിമുട്ടുകളെയോ മാറ്റങ്ങളെയോ ആവാം സൂചിപ്പിക്കുന്നത്. ശരി, അപ്പോൾ പ്രധാനപ്പെട്ട 3 രേഖകൾ നമ്മൾ കണ്ടു. പക്ഷേ കൈവെള്ളയിലെ കഥ ഇവിടെ തീരുന്നില്ല. ഈ രേഖകൾക്കപ്പുറം വേറെയും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ചില ഭാഗങ്ങളില്ലേ, മാംസളമായ ഭാഗങ്ങൾ, അതിനെയാണ് മണ്ഡലങ്ങളെന്ന് പറയുന്നത്. അവയ്ക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലം നിങ്ങളുടെ കൈവെള്ളയിൽ കൂടുതൽ ഉയർന്ന് നല്ല ധൃതമായി കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ നിങ്ങളിൽ വളരെ ശക്തമായിരിക്കും എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ചൂണ്ടുവിരലിന് തൊട്ടു താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം. അത് നല്ല ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നല്ല ആത്മവിശ്വാസവും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുമൊക്കെ ഉണ്ടാകാം. ഇനി മോതിരവിരലിന് താഴെയുള്ള അപ്പോളോ മണ്ഡലമാണ് ഉയർന്നിരിക്കുന്നെങ്കിലോ നിങ്ങളുടെ വഴി ചിലപ്പോൾ കലയുടെയും സർഗാത്മകതയുടെയുമൊക്കെ ആവാം. അതുപോലെ തള്ളവിരലിന്റെ ചുവട്ടിലുള്ള ശുക്രമണ്ഡലം സ്നേഹത്തെയും അഭിനിവേശത്തെയുമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രേഖകളും മണ്ഡലങ്ങളും കണ്ടു. പക്ഷേ ഒരു ചിത്രം പൂർണ്ണമാവണമെങ്കിൽ അതിലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൂടി ശ്രദ്ധിക്കണം, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. കൈവെള്ളയിലെ ചില ചെറിയ അടയാളങ്ങളും എന്തിന് നമ്മുടെ കൈപ്പത്തിയുടെ ആകൃതി പോലും ഈ വായനയ്ക്ക് കൂടുതൽ ആഴം നൽകും. ദാ നോക്കൂ, സാധാരണയായി കാണുന്ന ചില അടയാളങ്ങളാണിത്. നിങ്ങളുടെ രേഖകളിൽ എവിടെയെങ്കിലും ഒരു ത്രികോണം അഥവാ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? അതൊരു പോസിറ്റീവ് സൈനാണ്, വിജയത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഇനിയൊരു ചതുരം അഥവാ സ്ക്വയർ ആണെങ്കിലോ അത് പലപ്പോഴും ഒരു സംരക്ഷണത്തിന്റെ അടയാളമാണ്. പ്രത്യേകിച്ച് ഒരു മുറിഞ്ഞ രേഖയുടെ മുകളിലാണ് ഈ ചതുരം വരുന്നതെങ്കിൽ അതൊരു പ്രൊട്ടക്ഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഒരു കുരിശ് അഥവാ എക്സ് ആകൃതിയിലുള്ള അടയാളം ചിലപ്പോൾ വെല്ലുവിളികളെയോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെയോ ആവാം സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ എങ്ങനെ കൈ നോക്കാം എന്നൊക്കെയാണ് സംസാരിച്ചത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭാവി പ്രവചിക്കാനുള്ളൊരു വഴിയാണോ, അതോ ഇതിനെ പിന്നിൽ മറ്റെന്തെങ്കിലുമുണ്ടോ? ഇനി നമുക്ക് മറുവശം കൂടി നോക്കാം. അതായത് ഇതിനെ സംശയത്തോടെ കാണുന്നവരുടെ കാഴ്ചപ്പാട്. മനഃശാസ്ത്രജ്ഞനായ റേ ഹൈമന്റെ ഒരു വാചകമാണിത്. അദ്ദേഹം ഒരു കാര്യം പരീക്ഷിച്ചു നോക്കി. കൈരേഖ നോക്കിയിട്ട് അതിൽ കാണുന്നതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആളുകൾ അതും ശരിവെച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, സത്യമല്ലാത്തൊരു കാര്യത്തെ സത്യമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ കോൾഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് വളരെ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞ് ആർക്കും യോജിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ച് അവരെ വിശ്വസിപ്പിക്കുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രധാനമായും 2 രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ഒരു കൂട്ടർ പറയുന്നു ഇത് വെറുമൊരു കപടശാസ്ത്രമാണ്, ഇതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ല, വ്യാഖ്യാനങ്ങളൊക്കെ പലപ്പോഴും പരസ്പര വിരുദ്ധമാണ്. പിന്നെ ഈ പറഞ്ഞ കോൾഡ് റീഡിംഗ് പോലുള്ള ടെക്നിക്കുകളാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് വേറൊരു കാഴ്ചപ്പാടുണ്ട്. അവർ പറയുന്നത് ഇതിനെ ഒരു പ്രവചനമായി കാണേണ്ട, മറിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു ടൂളായി കണ്ടാൽ മതിയെന്നാണ്. നമ്മുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും കുറിച്ചുള്ളൊരു ഭൂപടം, നമ്മുടെ ഉള്ളിലുള്ള സ്വാഭാവികമായ പ്രവണതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു വഴി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഒരുപക്ഷെ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈവെള്ളയിലെ ഈ രേഖകളൊന്നും സ്ഥിരമല്ല. അതെ, അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ജീവിതശൈലിയുമൊക്കെ അനുസരിച്ച് കാലക്രമേണ ഈ രേഖകളിലും ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഒരു പ്രവചനമാകുന്നത്? അതുകൊണ്ടാണ് പലരും ഇതിനെ ഒരു പ്രവചന മാർഗമായി കാണാതെ നമ്മളെ തന്നെ മനസ്സിലാക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടൂളായി കാണുന്നത്. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈപ്പത്തിയിൽ നേരത്തെ തന്നെ എഴുതി വെച്ചതാണോ, അതോ നിങ്ങളുടെ കൈവെള്ളയിലെ ആ ഭൂപടം മനസ്സിലാക്കി നിങ്ങളുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വിധി സ്വയം രൂപപ്പെടുത്താനുള്ള അവസരം ഇപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെയാണോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്.